രാവിലെ തന്നെ ഈ സമരവേദി സജീവമായിരിക്കുകയാണ്. കൂടുതൽ വിദ്യാർത്ഥികൾ, ഇതുവരെ സമരത്തിൽ പങ്കെടുക്കാതിരുന്ന വിദ്യാർത്ഥികൾ പോലും ഇപ്പോൾ സമരത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിവിടെ കാണാം, വലിയ കൂട്ടം, വിദ്യാർത്ഥികളുടെ കൂട്ടം ഇങ്ങനെ സമരവേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പുറത്ത് ബാരിക്കേഡോട് ചേർന്ന് വിദ്യാർത്ഥികൾ തമ്പടിക്കുന്ന കാഴ്ച. ഇപ്പുറത്ത് സമരവേദിയാണ്. ആ സമരവേദിയിലേക്ക് കൂടി അകത്തേക്ക് കയറി ബാരിക്കേഡിന്റെ അകത്ത് അപ്പുറത്ത് സുരക്ഷാ സേന, പോലീസ് ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട്. അത്തരത്തിലേക്ക് സമരം ഇന്നും സജീവമായി കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു മാസം പിന്നിടുന്ന ഘട്ടത്തിലും സമരം കൂടുതൽ സജീവമാവുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാം, ഇവിടെ ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥലമാണ്. ഇന്നലെ പറഞ്ഞ പോലെ ഇവിടെ പുറത്തുനിന്നും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ ഇത്തരത്തിൽ ഭക്ഷണങ്ങൾ ഓൺലൈനായി ഓർഡർ ചെയ്ത് ഈ സമരവേദിയിലേക്ക് എത്തുകയാണ്. ആരാണ് ഓർഡർ ചെയ്തതെന്ന് പോലും അറിയില്ല. അത്തരത്തിൽ വലിയ കെട്ടുകൾ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ വലിയ പൊതികൾ ഈ സമരവേദിയിലേക്ക് എത്തുകയാണ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആൾക്കാർ. ഇന്നലെ കോക്രോച്ചിന്റെ നേതാക്കൾ ഉൾപ്പെടെ പ്രതികരിച്ചിരുന്നു. ഭക്ഷണപ്പൊതികൾ എത്തിക്കുന്നതിൽ അല്ലെങ്കിൽ ഭക്ഷണപ്പൊതികൾ എത്തിക്കുന്നതിൽ നിന്ന് പിന്മാറണം, ഭക്ഷണം പാഴാക്കാനുള്ളതല്ല. അത്തരത്തിൽ വലിയ രീതിയിൽ ഇവിടെ ബ്ലിങ്കറ്റിൽ നിന്നായാലും സൊമാറ്റോയിൽ നിന്ന് ഉൾപ്പെടെ ഭക്ഷണം ഇവിടേക്ക് എത്തിക്കുന്ന രീതിയിലുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഇന്ന് കൂടുതൽ സന്നദ്ധ സേനയിൽപ്പെട്ട വിവിധ ആൾക്കാരുടെ ഭക്ഷണം വിതരണം ചെയ്യുന്നുണ്ട്. അവർ നമുക്കിടയിൽ പോലും വന്ന് ഭക്ഷണവും വെള്ളവും വിതരണം ചെയ്യുന്നുണ്ട്. ആ തരത്തിലേക്ക് സമരം മറ്റു തരത്തിലേക്ക് ഏറ്റെടുക്കപ്പെട്ടു എന്ന് വേണം കാണാൻ. ഇന്നും സമരം സജീവമാക്കാൻ തന്നെയാണ് CJPയുടെ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഇന്നലെ അവർ രാത്രി പോലീസ് സ്റ്റേഷൻ മാർച്ച് പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ പിന്നീട് അറസ്റ്റ് ചെയ്തവരെ ഡൽഹി പോലീസ് വിട്ടതോടുകൂടി പോലീസ് സ്റ്റേഷൻ മാർച്ച് മാറ്റുന്ന സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഇന്ന് സമരവേദിയിൽ CJPയുടെ വക്താക്കളുണ്ട്. അവിടെ കൂടുതൽ പ്രവർത്തകർ സജീവമായി എത്തുന്നു. മാത്രമല്ല, വിദ്യാർത്ഥികൾ എത്തുന്നു. വിദ്യാർത്ഥികൾ ഈ സമരവേദിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ കൂടുതൽ മലയാളികൾ ഇന്ന് ഇവിടെ നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. അവരും വിവിധ സ്ഥലങ്ങളിൽ നിന്നും രാജ്യത്തിന് വിവിധ ഭാഗങ്ങളിൽ പഠിക്കുന്ന മലയാളി വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇന്ന് സമരവേദിയിൽ എത്തിയിട്ടുണ്ട്. സമരത്തിൽ നിന്ന് പിന്മാറില്ല എന്ന കാര്യം അവർ തറപ്പിച്ചു പറയാണ്. കാരണം ഇന്നലെ കോൺഗ്രസിന്റെ സമരത്തോടു കൂടി രാജ്യം ഈ പല മാധ്യമങ്ങളും ഇത് ഏറ്റെടുക്കാത്ത സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷെ അത് മാറി ഇന്നലെ കോൺഗ്രസിന്റെ സമരത്തോടു കൂടി രാജ്യം കൂടുതൽ ഈ സമരത്തെ, ഈ പരീക്ഷാ തട്ടിപ്പിനെ ശ്രദ്ധിക്കുന്ന നിലയിലേക്ക് വന്നു. ഇവരുടെ സമരവും അത്തരത്തിൽ തന്നെ മാറിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സമരത്തിൽ നിന്ന് തങ്ങളുടെ ആവശ്യം അംഗീകരിക്കുന്നവരെ പിന്മാറില്ല എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഇപ്പോഴുടെ ആൾക്കൂട്ടം ഓരോ സ്ഥലത്തും ഓരോ കൂട്ടമായി അവർ മുദ്രാവാക്യം വിളിക്കുകയാണ്. സമരത്തിൽ നിന്ന് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നവരെ പിന്മാറില്ല എന്ന കാര്യം തന്നെയാണ് നേതാക്കളും പറയുന്നത്. മാത്രമല്ല, ഇന്നലെ ധർമ്മേന്ദ്ര പ്രധാൻ ഒരു ട്വിറ്റർ പോസ്റ്റ് ഉണ്ടായിരുന്നു. അതിലുൾപ്പെടെ വിദ്യാർത്ഥികളെയും പ്രതിപക്ഷത്തെയും പഴിചാരിയാണ് അദ്ദേഹം രക്ഷപ്പെടാൻ നോക്കുന്നത്. എന്നാൽ അതിന് വഴിവെക്കില്ല. പരിക്കേറ്റ വിദ്യാർത്ഥികളുണ്ട്. അതിൽ ഒരാളുടെ നില ഇന്നലെ ഗുരുതരമാണെന്ന് പറയുന്നു. അതിലുൾപ്പെടെ CJP നേതാക്കൾ ഇന്നലെ പ്രതികരിച്ചിരുന്നു. പോലീസ് മർദ്ദനമേറ്റ വിദ്യാർത്ഥികളുണ്ട്.